ഇനി നമുക്ക് എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് നോക്കാം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടിനെന്റൽ ലെവലില് ഇതേപോലെ ക്രസ്റ്റ് ഫോം ചെയ്യുക. ഇതെങ്ങനെ ഫോം ചെയ്യുക? ഇവിടെ ഐലൻഡ് ആർക്കുകളിൽ കൂടെയാണ് ഇതേപോലെ മോൾട്ടൻ ആയിട്ടുള്ള മാഗ്മ പുറത്തു വന്ന് അത് കൂൾ ഡൗൺ ചെയ്ത് ക്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് നോക്കാം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി തിക്നെസ് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഡെൻസിറ്റി കുറവായിരിക്കും. പിന്നെ ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ള കമ്പോണൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ബേസ്ഡ് ആയിരിക്കും. അതിലുള്ള മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സിലിക്ക ആൻഡ് അലുമിനിയം. അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് സിയാൽ എന്നാണ്. സിലിക്ക, അലുമിനിയം. ഈ സിലിക്ക ആൻഡ് അലുമിനിയം ആയതുകൊണ്ട് തന്നെ അവിടെ ഡെൻസിറ്റി കുറവാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇതിന് തിക്നെസ്സും കൂടുതലായിരിക്കും. തിക്നെസ് കൂടിയത്